നീ അടുത്തുള്ളപ്പോഴേ ഒരാപത്തും എനിക്ക് വരില്ല. എനിക്കത് നന്നായിട്ട് അറിയാൻ പാർവതി. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളുണ്ടായത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇതുവരെ സാറിനെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു. പക്ഷെ ഇനി അതിന് കഴിയുമെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും ഉദയന്നൂർ അമ്മ തന്നെ തുണ. നീ സന്തോഷത്തോടെ ഇരുന്നാലേ ഞാൻ ഹാപ്പി ആവും. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന ഞാൻ പിന്നെ എങ്ങനെ ഹാപ്പി ആവും? നിന്റെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് പറ. ദേ, ഈ മരുന്ന് ഉണങ്ങി കഴിയുമ്പോ ഞാൻ വന്ന് വേറെ പുരട്ടിത്തരാം. അപ്പോ ഞാൻ പിന്നെ വരാം വിശാൽ സർ. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. എപ്പോ നോക്കിയാലും ഇവൾക്ക് ജോലിയാണല്ലോ. ഇവളെന്നാ ഒന്ന് ഫ്രീ ആവുന്നേ? ദേ, ഇതാ ഞാൻ പറഞ്ഞ അമ്പലം. നീ ഈ അമ്പലങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു പാർവതി? എല്ലാം ഈശ്വര നിശ്ചയ സർ. ഇവിടെ ആളനക്കൊന്നുമില്ലല്ലോ. ഇവിടെ എങ്ങനെയാ? ഇവിടെ പ്രത്യേകിച്ച് പൂജാരിയോ നിത്യപൂജയോ ഒന്നുമില്ല. ഇവിടെ വരുന്നവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം പൂജയും വഴിപാടുകളും ഒക്കെ നടത്താം. അല്ല, നീ എന്തിനാ ഈ രാത്രി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നിന്നെ കൊല്ലാൻ. നിന്നെ കൊല്ലാനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇല്ല, ഞാൻ കൊല്ലാനല്ല വിശാൽ സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് സാറിനെ രക്ഷിക്കണം. ആപത്തൊന്നും വരാതെ സാറിന്റെ ജീവൻ എനിക്ക് കാക്കണം. അതിനു വേണ്ടിയാ ഞാൻ സാറിനെ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. അഘോരി സ്വാമി, വിശാൽ സാർ ഇല്ലെങ്കിൽ പിന്നെ ഈ ഞാനില്ല. വിശാൽ സാറിന് ഒരു ചെറിയ മുറിവ് പറ്റിയ പോലും എനിക്കത് താങ്ങാൻ പറ്റില്ല. ഞാൻ എങ്ങനെ വിശാൽ സാറിനെ കൊല്ലും? നീ കൊല്ലും. ഇവിടെ വെച്ച് നീ ഇയാളെ കൊല്ലും. കൊന്നേ മതിയാകൂ. അതാണ് വിധി. അതിന് നിന്റെ കൈകൊണ്ട് ഇയാൾ മരിക്കണം. നിന്റെ താലിഭാഗ്യം ഇതോടെ തീരണം. ഇല്ല, ആ വിധി നടക്കില്ല. ഇത് ഏത് ദൈവത്തിന്റെ വിധിയാണെങ്കിലും അത് നടക്കില്ല. അതിനു മുമ്പ് ഈ പാർവതി മരിച്ചിരിക്കും. നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പുലമ്പുന്നത്? നീ ഇപ്പോൾ ഇവിടെ വെച്ച് ഇവനെ കൊല്ലണം.
വിധിയെ ഇല്ലാതാക്കാൻ ആരാലും കഴിയില്ല. പിടിക്ക്, പിടിക്കാൻ. എന്നിട്ട് അവനെ കൊല്ല്. കൊല്ലാൻ. വിശാൽ സാർ, പാർവതി, എന്താ ഇത്? വിശാൽ സാർ, വാ, നടക്ക്. പാർവതി, വിശാൽ സാർ, നമുക്ക് തിരുനടയിൽ അഭയം പ്രാപിക്കാം. പരമ്പൊരുൾ നമ്മളെ കാത്തോളും. ആഘോര സ്വാമികൾ പറയുന്നൊന്നും കാര്യാക്കണ്ട. ഇത് ഒരു ദുർവിധിയാ. നമുക്ക് പരമ്പൊരുളിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഭഗവാൻ കാത്തോളും. പ്രാർത്ഥിക്കും സാർ, പ്രാർത്ഥിക്കും. പാർവതി, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ പറയാം സാർ, ആദ്യം പ്രാർത്ഥിക്കും. ജീവൻ എടുക്കല്ലേ ഭഗവാനെ എന്നൊന്ന് പ്രാർത്ഥിക്കും. പിടിക്ക്, പിടിക്കാൻ. വിശാൽ സാർ, പിടിക്ക്, പിടിക്കാൻ. ഇത് പിടിക്ക്. കൊല്ലിവനെ. നീ ഇവന്റെ നെഞ്ചത്തേക്ക് ഈ ശൂലം കുത്തി ഇറക്കി കൊല്ല. ഇവനെ കൊന്ന് നിന്റെ വിധി പൂർത്തിയാക്ക. കൊല്ല്. വേണ്ട. 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 ഇവനെ കൊന്ന് നിന്റെ വിധി പൂർത്തിയാക്ക. അയ്യോ, അയ്യോ. പാർവതി, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭിക്ഷാം ദേഹി, ഭിക്ഷാം ദേഹി, ഭിക്ഷാം ദേഹി. അയ്യോ,
എന്റെ കയ്യില് ഒന്നുമില്ലല്ലോ ഇപ്പോ. സാരമില്ല. കുഞ്ഞ് വലിയ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. എന്താ മോളെ മോളുടെ മനസ്സിനെ അലട്ടുന്നത്? അത് എന്താ എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? പ്രയാസം എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോ ചില പരിഹാരങ്ങൾ എനിക്ക് ഉപദേശിക്കാൻ സാധിച്ചു എന്ന് വരും. അത് പറഞ്ഞോളൂ. മലമുകളിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രമില്ലേ, ഉം. താലിഭാഗ്യം കാക്കുന്ന ക്ഷേത്രമാണെന്നറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ആ നേർച്ച നിറവേറ്റാനായി അവിടെ പോയിരുന്നു. അവിടെ വച്ച് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് മഹാദേവ, നിന്റെ നെറ്റിയിലെ ഈ സീമന്തരേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത്? നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. എന്റെ കൈകൊണ്ട് എന്റെ ഭർത്താവ് മരിക്കുമെന്നും താലിഭാഗ്യം നശിക്കുമെന്നും ആഘോരസ്വാമികൾ പറഞ്ഞതിനു ശേഷം എനിക്ക് ഒരു സമാധാനവും ഇല്ലമ്മ. അതിനുശേഷം വിശാൽ സാറിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്കാ സാറ് രക്ഷപ്പെട്ടത്. അതൊക്കെ കണ്ടപ്പോ എനിക്ക് പേടി കൂടി വരിക. എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് പരിഹാരമാ ചെയ്യേണ്ടെന്നും എനിക്കറിയില്ല. മോളെ, മോക്കിപ്പോ വളരെ മോശ സമയമാണ്. അതുകൊണ്ടാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. മോള് സമാധാനിക്ക്. ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. മോള് കാവിയുടുത്ത് ഓരോരുത്തരിൽ നിന്നും ഓരോ രൂപ വെച്ച് ഭിക്ഷയാചിച്ച് 101 രൂപയാക്കണം. എന്നിട്ട് ആ 101 രൂപ കൊണ്ട് അരി വാങ്ങി അതുകൊണ്ട് പൊങ്കാല വെച്ച് ദേവിക്ക് കാഴ്ചവെക്കണം. അതിനുശേഷം നീയും നിന്റെ പുരുഷനും കൂടി ആ പൊങ്കാല ഒരുമിച്ച് ഒരേ പാത്രത്തിലിരുന്ന് കഴിക്കണം. പക്ഷേ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല. യാതൊരു തടസ്സവും ഇല്ലാതെ ഈ നേർച്ച പൂർത്തിയാക്കിയാൽ എല്ലാ ആപത്തുകൾക്കും പരിഹാരമാവും. ഞാൻ ചെയ്യാം. എത്ര കഠിനമായ പരിഹാര മാർഗങ്ങളാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാ. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ? ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞ നേർച്ച പൂർത്തിയാക്കൂ. ഫലം താനേ വരും. അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മേ നാരായണ. ഒരു രൂപ ഭിക്ഷ. ചേട്ടാ, നന്ദി. അമ്മേ നാരായണ, ദേവേ നാരായണ.
ശ്രീനാരായണ. ₹1 ഭിക്ഷ. നന്ദി. ₹1 ഭിക്ഷ. അമ്മേ, ഭിക്ഷ. ₹1 ഭിക്ഷ. നന്ദി. ചേട്ടാ, ₹1 ഭിക്ഷ. ആ തരാം. ദാ. ചേട്ടാ, ₹1 ഭിക്ഷ. ആന്റി, അത് അവളല്ലേ പാർവതി? ചേട്ടാ, വണ്ടി നിർത്തേ. അവിടെ ഇവളെന്തായി കാണിക്കുന്നേ? ഇവളെന്തിനാ പിച്ച തട്ടുന്നേ? ഒരു കാവടിയുടെ കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ഓരോരോ ഭ്രാന്ത്. അല്ലാതെ എന്ത് പറയാനാ? ഇനി പളനി പോയി തല മൊട്ടയടിച്ചിട്ട് വരുമോ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളൊരു വീട്ടിലെ മരുമോളാ ഈ കൂത്ത് കാണിക്കുന്നേ. ചേട്ടാ, ₹1 ഭിക്ഷ. അത് മാത്രോ? ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണും. അയ്യോ, ഇവളേതായാലും കുടുംബത്തിന് അപമാനം വരുത്തി വെക്കും. ഓ, ഇനി വരുത്തി വെക്കാൻ എന്തിരിക്കുന്നു? ഇപ്പൊ തന്നെ കുടുംബത്തിന്റെ മാനം കപ്പല് കേറിയില്ലേ? അയ്യോ. ആ, ഏതായാലേ വല്ലഭന് പുല്ലും ആയുധെന്ന് പറയുന്ന പോലെ ഇത് നമുക്കൊരായുധമാക്കാം. ഇവള് പിച്ചെടുക്കുന്ന ഒരു വീഡിയോ കയ്യിലിരിക്കുന്നത് നല്ലതാ. അത് വെച്ച് നമുക്ക് ഇവക്കിട്ടൊരു മുട്ടും പണി കൊടുക്കാം. നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ ജാസ്മിൻ. എടുക്ക്. ഒന്ന് സൂം ചെയ്തേ. പോ പോ. ചേട്ടാ, വണ്ടി എടുത്തോ. ആ ശരി. എന്റെ ഉദയനൂരമ്മ, ഭിക്ഷ യാചിച്ചു കിട്ടിയ 101 രൂപ കൊണ്ട് വാങ്ങിയ അരി കൊണ്ട് ഞാൻ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുക. അമ്മ എന്റെ ഈ പൊങ്കാല നിവേദ്യം സ്വീകരിച്ച് എന്റെ വിശാൽ സാറിനെ സകല ആപത്തുകളിൽ നിന്നും രക്ഷിക്കണം. അദ്ദേഹത്തിന്റെ ജീവനെ കാത്തുകൊള്ളണേ ദേവി.
മോള് കാവി ഉടുത്ത് ഓരോരുത്തരിൽ നിന്നും ഓരോ രൂപ വെച്ച് ഭിക്ഷയാചിച്ച് 101 രൂപയാക്കണം. എന്നിട്ട് ആ 101 രൂപ കൊണ്ട് അരി വാങ്ങി അതുകൊണ്ട് പൊങ്കാല വെച്ച് ദേവിക്ക് കാഴ്ചവെക്കണം. അതിനുശേഷം നീയും നിന്റെ പുരുഷനും കൂടി ആ പൊങ്കാല ഒരുമിച്ച് ഒരേ പാത്രത്തിലിരുന്ന് കഴിക്കണം. പക്ഷേ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല.